അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ ചേച്ചി എന്താ ഷോപ്പ് ചെയ്തേന്ന്. കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ല പിള്ളേരെ, ഇതൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് പെൻസില്, കുറച്ച് കുഞ്ഞി സ്പൂണുകൾ, സെർവിങ് ബോർഡ്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം. ഈസ്റ്റർ എഗ്സ് കുറേ ഉണ്ട്, അത് നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുക്കണം. ഞങ്ങൾ എവിടെ പോകുമ്പോഴും കളക്ട് ചെയ്യുന്നൊരു സംഭവമാണ് മാഗ്നറ്റ്സ്. അത് ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറേ മാഗ്നറ്റ്സ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഗ്ലൗസ് 2 വാങ്ങിച്ചു. ഇത് ഒറിജിനൽ ലെതറാന്ന്, അവിടുത്തെ ലെതറാന്ന് പറയപ്പെടുന്നു, അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ വേറെ 2 എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്കൊരു മാലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് കാണാനല്ലേ എവിടെ ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്ര കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു, കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. എപ്പോഴും പറയാറില്ല ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയും ഇത് അവർ കണ്ടാൽ തന്നെ അറിയില്ല. സാധാരണ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഷോപ്പ് ചെയ്തിട്ട് വരിക? എന്താ പറയുക, എൻ്റെ ഭർത്താവിന് ചിലവ് അധികം കൊടുക്കാത്ത ഒരു വീട്ടമ്മയല്ലേ. ഹായ് 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 നമസ്കാരം. കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ മുന്നിൽ വന്നിട്ട്, വീഡിയോൻ്റെ രൂപത്തിൽ വരുന്നുണ്ട്, എന്നാലും ഇൻട്രോയിൽ വരുന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ട്രിപ്പ് ഇതാ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കുറേ പേര് കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അബദ്ധങ്ങൾ അവർ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ നമ്മുടെ വീഡിയോസ് വഴി, പ്രത്യേകിച്ച് പറയാനുള്ളതൊന്നുമില്ല. പിന്നെ വീട് ചേച്ചി എപ്പോഴും എന്ത് ചെയ്താലും പൊട്ടത്തരാന്ന് പറഞ്ഞ ഒരു ധാരണ അവർക്ക് ഉണ്ട് ഓൾറെഡി, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ ആദ്യത്തെ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തായ്ലൻഡിൽ ഇതേപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്, എങ്ങനെ ഏജൻസി വഴിയായിട്ടായിരുന്നു അത്, അതുപോലെ തന്നെ ഭയങ്കര എത്ര എക്സ്പെൻസസ് ആയിരുന്നു എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏജൻസി ആയിട്ട് ഇതുവരെ ചെയ്യാറില്ല, എപ്പോഴും തനിയെ തന്നെയാണ് ചെയ്യാറ്. booking.com എന്ന് പറഞ്ഞ സൈറ്റ് വഴിയാണ് അല്ലേ ഓൾമോസ്റ്റ് ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്നതും. പിന്നെ ഇത് ഫ്രീ, എന്താ പറയുക, ഫ്രീ ഒന്നും ആയിരുന്നില്ല. ചേട്ടൻ എമിറേറ്റ്സിലാണെങ്കിൽ പോലും നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ booking.com ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. മാത്രമല്ല പിള്ളേരെ വെച്ച് ടൂർ പോകുമ്പോൾ മറ്റേ ഗ്രൂപ്പായിട്ടുള്ള ടൂർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അറിയാമല്ലോ കുട്ടികളുടെ ആ മൂഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം. അപ്പോൾ അവർ ഒരു കറക്റ്റ് ഫിക്സഡ് ടൈമിലാണ് അവർ നമ്മളോട് 9 മണിക്ക് ഇന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ എന്താ പറയുക ബസ്സിൽ കയറി കുറേ സമയം നമ്മൾ കുറേ തന്നെ നടക്കണം. നമ്മുടെ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അതെ, നമ്മൾ കുട്ടികൾക്ക് അവരെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആ പള്ളിയുടെ എല്ലാ ഹിസ്റ്ററി പറയും. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കായിരിക്കും ആ ഹിസ്റ്ററി പറയാൻ. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടാവും. പക്ഷെ കുഞ്ഞുങ്ങളെ വെച്ച് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അത്ര ചിലപ്പോൾ ഇപ്രാവശ്യം പക്ഷെ ഭയങ്കര ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. നന്ദു അവരുടെ കൂടെ തന്നെ നടക്കുകയായിരുന്നു, ആങ്കിളിൻ്റെ കൂടെ നടന്ന് അത് മുഴുവനും കേട്ട്. അപ്പോൾ അത് ഓരോ കുട്ടികളുടെ മൂഡ് അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അവിക്ക് ബോറടിച്ചു, ഇവൻ എനിക്കും ബോറടിച്ചു. എനിക്ക് വലിയ ഹിസ്റ്ററിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കേൾക്കാം, പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അതേ പറഞ്ഞത് നമ്മളുടെ തനിയെ അച്ഛനമ്മയും മക്കളും കൂടി തന്നെ പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ വിശന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ, അപ്പം നന്ദു മാത്രമല്ല ഏത് കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ഭയങ്കര വാശിയായിരിക്കും. അപ്പം അവൻ തന്നെ അറിയില്ല അവന് വിശക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പുള്ളിക്കാരൻ വീണ്ടും കരയാൻ തുടങ്ങും. അപ്പം നമ്മൾ കയറിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ വിശക്കുന്നുണ്ടായിരിക്കുന്നില്ല. പക്ഷേ വിശക്കുന്നുണ്ടായിണ്ടാവും, കാരണം നടന്ന് വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ അവരെ ഫില്ല് ചെയ്യാൻ നമ്മൾ കുറേ സമയം അതിന് വേണ്ടി സമയം കളയേണ്ടി വരും. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ എന്താ പറയുക, ഒരു ദിവസത്തിൻ്റെ പാതി ഭാഗം പിള്ളേരെ കൂടെ തന്നെ എങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളെപ്പോഴും ടൂറ് പ്ലാൻ ചെയ്യാറ്, നമ്മൾ സ്വന്തമായിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഒരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗം ചിലപ്പോൾ ഞങ്ങൾ കവർ ചെയ്തൊന്നും വരില്ല. നമുക്ക് പറ്റാവുന്ന ദൂരം, ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് ട്രാം ഉണ്ടാവില്ല, അപ്പോൾ നടന്നു പോകും കുറേ സമയം. അതേപോലെ തന്നെ ട്രാമിൽ പോകുന്ന സ്ഥലത്ത് ട്രാമിൽ പോകും. പിന്നെ ഇവർക്ക് പറഞ്ഞ പോലെ ക്യാസിൽ, ഇവിടെ കുറേ ക്യാസിലുണ്ടായിരുന്നു, ഞങ്ങൾ കയറാൻ സമ്മതിച്ചില്ല കുട്ടികൾ, കാരണം അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പിന്നെ പല സ്ഥലത്തും ചെന്ന് കാസലുകൾ കുറെയൊക്കെ കണ്ടു കഴിയുമ്പോൾ
സിമിലർ ചെറിയ വേരിയേഷൻസ് അല്ലെങ്കിൽ അത് താല്പര്യമുള്ളവർക്ക് ഉണ്ട്. നമ്മൾ ഒരിക്കൽ ആദ്യമായിട്ട് പോകുമ്പോൾ കാണാൻ സത്യം. യൂറോപ്പിൽ ആദ്യമായിട്ട് വന്നത് റോമിലായിരുന്നു. അപ്പൊ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇതിന്റെ ഒക്കെ ഒരു മഹാനഗരമാണ്. അപ്പൊ അതിലാദ്യം പോയി പെട്ടപ്പോ പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ. അപ്പൊ ആദ്യം കണ്ടത്തെ എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തില്ല കേട്ടോ. റോമിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു വണ്ടർലാൻഡിൽ പോയത്തെ ഒരു അവസ്ഥയായിരുന്നു. അന്ന് ശരിക്കും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ മാത്രമല്ല നന്ദു അത്ര ഇച്ചിരി ചെറുതായിരുന്നു. അപ്പൊ അവന് വലിയ കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. ഈവൻ അവീനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അവി 13 വയസ്സായപ്പോ അറിയാം, ടീനേജർ ആയി കഴിഞ്ഞപ്പോ അവരുടെ കുറെ മാറ്റങ്ങൾ വന്നു, ചോയ്സസ് മാറി, അവരുടെ എന്താ പറയാ പോകേണ്ട സ്ഥലങ്ങളുടെ ഇഷ്ടങ്ങൾ മാറി. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോ എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാമിലി ഒന്നിച്ച് എല്ലാരും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. വേറൊരു നഗരത്തിൽ ചെന്ന് നമ്മൾ എങ്ങനെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ അവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളും കുട്ടികളും ഒന്നിച്ച് ചെയ്യുന്നത് ചെയ്യുമ്പോ ഒരു രസം. അതെ, ട്രാവല് കയറി കഴിഞ്ഞാൽ ചിലപ്പോ വഴിതെറ്റി പോകും. പിന്നെ പകുതി ഇറങ്ങും, പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് അയ്യോ വഴിതെറ്റിയാലെന്ന് മനസ്സിലായി, പിന്നെ തിരിച്ച് വഴി വേറെ ശരിക്കുള്ള വഴിക്ക് പോകും. അങ്ങനെ പല ചെറിയ, പക്ഷെ ഇപ്രാവശ്യമൊക്കെ വളരെ കുറവ് വന്നിട്ടുള്ളൂ. ആദ്യത്തെ ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കുറേ ദൂരം പോയിട്ട് നമുക്ക് അറിയുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ഗൂഗിളും ജാനും ജോഷിയുള്ള കാരണം ഞാനും ടെക്നോളജി ഉള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്സും ഇതൊക്കെ വെച്ച് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എവിടെയാണെന്നുള്ളത് മാപ്പിൽ കാണിക്കും, പോകുന്ന വഴി കാണിക്കും. അപ്പൊ അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോ ഇതല്ലല്ലോ നമ്മൾ വിചാരിച്ചിരുന്ന ഡയറക്ഷൻ മനസ്സിലാവുമ്പോ. പണ്ടൊക്കെ വഴി ആൾക്കാരോട് ചോദിച്ച് പോകേണ്ട ഒരു അവസ്ഥയില്ല. ഇപ്പൊ പിന്നെ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വഴിയില് നമ്മളോട് വഴി ചോദിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു അവസ്ഥയിൽ നാട്ടിൽ ചെന്നിട്ട് ഗൂഗിളിന്റെ സഹായം കൊണ്ട്. അതേപോലെ തന്നെ ഹോട്ടലിലെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ പണ്ടൊക്കെ റോമിലൊക്കെ പോയിരുന്ന സമയത്ത് വളരെ ചെറിയൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഇതുപോലെ കിച്ചണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും കെട്ടിവലിച്ച് ഇപ്പോഴും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിച്ചണുള്ള കാരണം ഞാൻ ആ പാത്രങ്ങളൊന്നും എടുത്തില്ല. ഇവിടുത്തെ പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തത്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ ചോറും മുട്ടയും ഒക്കെ റെഡിയാക്കി തൈരും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്ത് ഫുൾഡ് ആക്കിയിട്ടാണ് രാവിലെ പോകുന്നത് തന്നെ. പിന്നെ പോണ വഴിക്ക് നമ്മൾ വല്ല എന്താ പറയുക കുക്കീസോ ഡോനട്ടോ ക്രോയിസന്റ് ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെക്കുക, ചിപ്സാ. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവിടെ. അപ്പൊ ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പക്ഷെ എനിക്ക് തായ്ലൻഡിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇവിടെ തോന്നിയത്. കാരണം ഗ്രിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്നവരെ നമ്മൾ വിശപ്പ് കുഴപ്പമില്ലാണ്ട് എന്താ പറയുക മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അവിടെയായിരുന്നു എനിക്ക് ഫിഷ് സോസ് ഒക്കെ ആയതുകൊണ്ട് സ്മെല്ല് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാൻഡ്വിച്ചസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ പിസ്സ അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതെ, നമ്മുടെ രീതിയിൽ കുറച്ച് അത് ഇതൊക്കെ വെച്ച് ഉപ്പും പുളിയൊക്കെ വരുത്തി കഴിക്കും. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനേജ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ലെമന്റെ വെജ് ചോദിക്കുക. അപ്പൊ ലെമൻ ജ്യൂസ് ഒക്കെ ഒഴിച്ച് പിഴിഞ്ഞ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുളക് പൊടിയൊക്കെ ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഇറ്റലിയിലൊക്കെ പിന്നെ മുളകിന്റെ ചില്ലി ഫ്ലേക്സ് തന്നെ എല്ലാ സ്ഥലത്തും ടേബിളിലുണ്ട്. ഇവിടെ അതില്ല. പക്ഷെ എന്നാലും ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. പിന്നെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ -8. ഞാനൊക്കെ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ -8 ഈ തണുപ്പും സ്നോയിലൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ സാധാരണ പോകുന്ന രീതിയിലുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൈ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, കൈ എന്ന് പറഞ്ഞാൽ കഴച്ച് നീറ്റലോ നമ്മൾ സാധാരണ ഐസ് കട്ട പിടിക്കില്ലേ, ആ ഒരു ഫീലിംഗ് കുറച്ച് കഴിയുമ്പോഴേക്കിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 കുട്ടികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഹാൻഡ് വാം ആയിട്ട് വെക്കാനുള്ള ഒരു സംഭവമൊക്കെ കിട്ടുന്നു, ഹാൻഡ് വാമർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ദുബായിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കേട്ടു. ഇനി പോയിട്ട് ഡെക്കത്തലോണിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കണം. ഇവിടെ നോക്കിയിട്ടും കണ്ടില്ല ഞങ്ങൾ. അപ്പം മേ ബി ഇവർക്ക് അവര് ഈ പറഞ്ഞ പോലെ ഇവിടെ ജനിച്ചുള്ള ആൾക്കാർക്ക് അതിൻ്റെ രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് തപ്പി പിടിക്കണം. പിന്നെ ഗ്ലൗസ് അപ്പൊ കൈയൊക്കെ കഴിച്ചു പോയിട്ട് ഒരു പരിവായി. അപ്പൊ അടുത്ത പ്രാവശ്യം എന്താ പറയാ ഇങ്ങനത്തെ ഇനി ഞാൻ ഐസിലേക്ക് ഇല്ല കേട്ടോ. ഇത് പിള്ളേരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ തണുപ്പിൽ പോകുമ്പോഴും ഈ ഐസ് അവിടെ ഉണ്ടാവാറില്ല. തണുപ്പ് ഉണ്ടാവാറുണ്ട്, -1 വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഐസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നന്ദുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഐസിൽ പോകണം, ഐസിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉള്ള ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നാ കിട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്തതാണ്. ഐസ് ഉള്ളടത്ത് പോയി വെറുതെ മഞ്ഞുമല മാത്രം ഇരുന്ന് കാണുന്നതിൽ ബോറടിക്കുന്നതിൽ നല്ലത് വെറുതെ മഞ്ഞ് നാച്ചുറലായി പെയ്യുന്ന സ്ഥലത്ത് വരെ മഞ്ഞ് കാണാം. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞ് മാറി വെയിലായി. അപ്പൊ അതും ആസ്വദിക്കാം. അതെ, മഞ്ഞ് മാത്രമേ കഴിഞ്ഞ് ബോറടിക്കും കേട്ടോ. മഹാബോറാണ്.
നമ്മൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായമായി വരിക എനിക്ക് മനസ്സിലായി. കാരണം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് പണി കിട്ടി. അപ്പോൾ ദൈവം എന്താ പറയാ, ശരീരം അതിനനുസരിച്ച് നോക്കണം. പിന്നെ മരുന്നും ഇവിടുന്ന് ഫാർമസിയിൽ പോയിട്ട് കാലിൽ തേക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് ചൂടൊക്കെ പിടിച്ചപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പഴയ പോലെ നടക്കാനൊക്കെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ ശരീരം അനങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം ശരിയാവില്ല. നമ്മളോട് തന്നെ പറയും ശരിയല്ല വീണ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എക്സസൈസും യോഗയൊക്കെ. ഞാൻ പറയാൻ തുടങ്ങി കുറച്ച് നാളായി. ഇവര് നമ്മള് വീഡിയോ എനിക്ക് സമയം കിട്ടുന്നില്ലാന്നേ. ഇപ്പൊ ഞാനെങ്കിൽ വീഡിയോന്റെ ഇത് കുറയ്ക്കാൻ പോവാ. ഞാൻ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ആക്കുക. ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് വരുമ്പോഴേക്കും എനിക്ക് സമയം കിട്ടുന്നില്ല. അതാ മെയിൻ പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേഴ്സ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്യുക. അതായത് ഈ തണുപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഫോർകാസ്റ്റ് ഒരു -6 ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇത് കാഠിന്യം കുറഞ്ഞ് ചിലപ്പോൾ -2 or 1 ഒക്കെ ആയിന്ന് വരാം. അപ്പോൾ ഒറ്റ ജാക്കറ്റ് മാത്രം നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചൂടെടുക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അത് മാത്രം ഒരു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുക്കും. അതുകൊണ്ട് എപ്പോഴും ഇതേപോലെ തണുപ്പുള്ള കൺട്രിയിൽ വരുമ്പോൾ നിങ്ങൾ ലെയേഴ്സ് ആയിട്ട് ഡ്രസ്സും ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിലായിട്ട് തെർമൽ വെയർ ധരിക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഏതാണ് ടോപ്പോ മീൻസ് ഷർട്ട് ആണെങ്കിൽ ഷർട്ട്, അതിനുശേഷം വീണ്ടും സ്വെറ്റർ ഇടുക. അങ്ങനെ എത്ര സ്വെറ്ററോ നിങ്ങൾ പോകുന്ന കൺട്രിയിലത്തെ തണുപ്പനുസരിച്ച് നമ്മൾ ലേയേഴ്സ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലേ. ഞാൻ അതാണ് പ്രത്യേകിച്ചും എന്നിട്ടും തണുക്കുന്നുണ്ട്. അതെ, പിള്ളേർക്ക് ഇപ്പം ഞാൻ നന്ദുവിനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തെർമൽ വെയർ ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 പാൻറ്. അപ്പം മൊത്തത്തിൽ 3 താഴത്തെ ലെയർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിലാണെങ്കിൽ അങ്ങനെ തന്നെ തെർമൽ ഇട്ടു, പിന്നെ ഒരു 2 ബനിയൻ ഇട്ടു, അതിനുശേഷം സ്വെറ്റർ ഇട്ടു, വീണ്ടും സ്വെറ്റർ ഇട്ടു. പിള്ളേർക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മളൊന്ന് കെയർ ചെയ്യണം. പിന്നെ ചെവി, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലും തലയും ചെവിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പം അത് നമ്മൾ സെക്യൂറായി വെച്ച് കഴിഞ്ഞാൽ പനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, കാറ്റടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ക്ലൈമറ്റ് തന്നെയല്ലേ എവിടെ പോകുകയാണെങ്കിലും കുട്ടികളുടെ ചെവി എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചെവി മാക്സിമം കവർ ചെയ്യുക. അതുപോലെ തന്നെ തല കവർ ചെയ്യുക. കാല് സോക്സ്, അതേപോലെ തന്നെ തെർമലിൻ്റെ സോക്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ സോക്സ് ഇട്ട് അതിന് മുകളിൽ കൂടി എനിക്ക് ഈ കുട്ടികൾക്കൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, തെർമൽ വെയർ ഇട്ട് കഴിഞ്ഞാൽ ചൊറിയാൻ തുടങ്ങും. കാരണം ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്ന സംഭവമല്ലേ അത്. അപ്പോൾ നന്ദുവിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നമ്മളിങ്ങനെ അമ്മ ചൊറിയിടൂ എന്ന് പറഞ്ഞാൽ ഈ മാന്തി കൊടുക്കലാണ് എൻ്റെ പണി. പക്ഷെ എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ നോർമൽ ആയിട്ടുള്ള സോക്സ് ഇടും, അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ തെർമൽ സോക്സ് ഇടും. അപ്പോൾ എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം തെർമൽ വെയർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ. അപ്പോൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2-3 പ്രാവശ്യം ചിലപ്പോൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യും. ചിലപ്പോൾ നടന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഇതനുസരിച്ചാണ്. കാരണം അസുഖങ്ങൾ കയറി വരാം, ചിലപ്പോൾ ലീവ് കിട്ടണം നിർബന്ധമില്ല. അതെല്ലാം കൂടി നോക്കി ഒത്തു വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പോരും. നാട്ടിൽ ഇനിയിപ്പോൾ ജൂലൈയിൽ പോകണം. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും നമ്മൾ എവിടെ ടൂർ പോവുകയാണെങ്കിലും നമ്മുടെ ആ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാറുണ്ട് അല്ലേ. ഞങ്ങളും സാധാരണ രീതിയിൽ ഫോട്ടോസ് തന്നെ എടുത്തോണ്ടിരുന്നത്. പക്ഷേ തായ്ലൻഡിൽ വന്നപ്പോഴും അതിന് മുമ്പത്തെ പ്രാവശ്യം ഫോട്ടോസ് ഞാൻ FB-ലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒരു വീഡിയോ ചാനലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ കുറച്ചും വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ കാണാനും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്ലേസസൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം ഞങ്ങൾക്ക് കൂടെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് നന്നായി തോന്നി. കാരണം ഫോട്ടോസൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളപ്പോൾ എടുത്ത് കാണാം പഴയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ വയസ്സായി, ജാനൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേർ വലുതായി പോവും. അപ്പോൾ കുഞ്ഞുങ്ങളെ കാണാം, നമുക്ക് എന്താ പറയുക, നേരിട്ട് വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നി. അപ്പോൾ ഞങ്ങൾ എന്തായാലും എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലരും പല കമൻസും പറയുന്നുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തോടു കൂടി നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു ദുബായ് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ അടുക്കളയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ പഴയ രീതിയിലൊക്കെ വരാൻ ഒരു വിഷമം. അതെ, അതിട്ട് എല്ലാവർക്കും അതെ ടൂർ കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലൊരു വിഷമമായി. ഈ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ, എനിക്കുണ്ട് ടൂർ പോയിട്ട് അതേ അയ്യോ ഇനി തിരിച്ചു പഴയ റുട്ടീൻ, നീ ഓഫീസിൽ പോവും, പിള്ളേരോ സ്കൂളിൽ പോവും, അങ്ങനെയൊക്കെ ഒരു വിഷമം. എന്തായാലും പിന്നെ 2 ദിവസം കഴിഞ്ഞ് ശരിയാവും. അപ്പോൾ വീണ്ടും നമുക്ക് അടുക്കളയിൽ വെച്ച് കാണാം. ഓക്കെ, നല്ല റെസിപ്പി ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ ഈസ്റ്ററൊക്കെ വരാറായി. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്, പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അത് നിങ്ങൾ ഒരു ലോകത്തിൻ്റെ നാനാ സ്ഥലത്ത് ഇരുന്ന് കൊണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് വളരെ വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെയും ട്രാവൽ അറേഞ്ച്മെൻറ്റ്സും സീസണും ട്രാവൽ ചെയ്യുന്ന സമയവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം റോം ടു റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്,
എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ള ആ ഭാഗങ്ങൾ. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട നിന്നാണ് തുടങ്ങുന്നത്. ഇരിഞ്ഞാലക്കുട ഇന്ത്യ, അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാപ്പ് വന്നു. ഇവിടെയാണ് കേരളം, ഇന്ത്യ, ഇരിഞ്ഞാലക്കുട. അവിടുന്ന് ദുബായ് അല്ലെങ്കിൽ ദോഹ എയർപോർട്ട്. ഇതിലിപ്പോൾ ദോഹ കൂടെ പോകുന്ന ഇതാണ് കാണിക്കുന്നത്. ഫ്ലൈറ്റ് ടു കൊച്ചി, അവിടുന്ന് പ്രാഗിലേക്ക്. അതിൽ ഫ്ലൈ കൊച്ചി ടു പ്രാഗ്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു മിനിറ്റ്, ഇതിൽ കറൻസി വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ കറൻസി ആക്കാം. മോർ കറൻസീസ്, ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ചിലവുകൾ കാണിക്കും. ഫ്ലൈ കൊച്ചി ടു പ്രാഗ് എടുത്താൽ ഇരിഞ്ഞാലക്കുട നിന്ന് 32 മിനിറ്റ് ടാക്സി കൊച്ചിക്ക്, കൊച്ചിയിൽ നിന്ന് പ്രാഗിലേക്ക് 12 മണിക്കൂർ 15 മിനിറ്റ് ബൈ പ്ലെയിൻ. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം ബസ് കയറിയതിന് ശേഷം സബ്വേ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാണിക്കുന്നു. മുഴുവൻ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അതിൽ ഫ്ലൈ കൊച്ചി ടു പ്രാഗ് ഓപ്ഷൻ കാണിക്കുമ്പോൾ പല ഫ്ലൈറ്റുകൾ കാണിക്കുന്നു. എമിറേറ്റ്സിൻ്റെ സമയം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടൈമിങ്ങും ഇതൊക്കെ പിടികിട്ടും. പിന്നെ ആ ഓപ്ഷൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റുകളിൽ പോയിട്ട് ബുക്ക് ചെയ്ത് നോക്കാം. ബുക്ക് ചെയ്തതല്ല, ബുക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ഡേറ്റും ഇതൊക്കെ അനുസരിച്ച് ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ എത്രയാ റിട്ടേൺ ഫെയർ എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്ലാനുകളുടെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അത് ഫ്ലൈറ്റിൻ്റെ, നമ്മുടെ ട്രാവലിൻ്റെ മെയിൻ ഓപ്ഷൻസ്. അത് കിട്ടി. ഇത് rixteves.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ മിക്കവാറും യൂറോപ്പിനെ കുറിച്ച് റിസർച്ച് ചെയ്യാറുള്ളത്. യൂറോപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനെ, ഒരു ട്രാവലറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് നമ്മൾ അധികം റെഫർ ചെയ്യാറ്. ഓരോ യൂറോപ്യൻ കൺട്രീസിനെ പറ്റിയും വിശദമായിട്ട് അവിടെ പോകുന്ന സ്ഥലങ്ങളെ പറ്റി എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ സൗകര്യത്തിനും പോക്കറ്റിനും ഒക്കെ ഉതകുന്ന രീതിയിൽ. മിക്കവാറും വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ റോം, ഫ്രാൻസിലെ പാരീസ്, അതുപോലെ ലണ്ടനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. ഈസ്റ്റേൺ യൂറോപ്പിൽ, അതായത് ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി അതുപോലുള്ള സ്ഥലങ്ങളിലാവുമ്പോൾ വളരെ മോഡറേറ്റ് ആയിട്ട് നല്ല വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിലുള്ള ഹോട്ടൽസും സ്റ്റേയും ട്രാവൽ അറേഞ്ച്മെൻറ്റ്സും ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ വിസ മിക്കവാറും എല്ലായിടത്തേക്കും ഷെങ്കൻ വിസയാണ്. ലണ്ടനിലേക്ക് അല്ലെങ്കിൽ UK ഒഴിച്ച് മിക്കവാറും എല്ലാ യൂറോപ്യൻ കൺട്രീസിലേക്കും ഷെങ്കൻ വിസയാണ്. പക്ഷേ ഓരോരുത്തും അപ്ലൈ ചെയ്യുമ്പോൾ അവരുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്, അവർക്കായ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻസ് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വിസ 1-2 ആഴ്ച കൊണ്ട് അടിച്ചു തരുന്നതാണ് അവർ സാധാരണ നിലയ്ക്ക്. പിന്നെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. പിന്നെ എന്താ booking.com നമ്മൾ സാധാരണ ഹോട്ടൽസൊക്കെ റിസർച്ച് ചെയ്യാറ്. booking.comൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പർ അതിൽ ഇട്ട് കൊടുക്കണം ബുക്ക് ചെയ്യാൻ. പക്ഷേ എവിടെ ബുക്ക് ചെയ്താലും അതിൽ ഇപ്പോൾ ഒരു ഡേറ്റ് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്സ് വെച്ച് ബുക്ക് ചെയ്താൽ അതിൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഇല്ലാത്ത ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ 2 adults 2 children ആണ് നമ്മൾ സാധാരണ നോക്കാറ്. ഏജ് ചെക്ക് ഔട്ട് 13 8 നന്ദുവിന് സാറില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ ഇത് കണ്ടോ, പോപ്പുലർ ഫിൽറ്റേഴ്സ്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്, ഹോട്ടൽസ്, അറേഞ്ച്മെൻറ്റ്സ്, അവൈലബിലിറ്റി, ഫ്രീ ക്യാൻസലേഷൻ ഉള്ള ഹോട്ടലുകൾസ് സെലക്ട് ചെയ്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഇത് കണ്ടോ, ഫ്രീ ക്യാൻസലേഷൻ, നോ പ്രീ പേയ്മെൻറ്റ് നീഡ്. ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എന്ന് വരെ നമുക്ക് അത് ഹോട്ടൽ ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അടുത്ത 2-3 ട്രിപ്പിനുള്ള ഹോട്ടൽസ് എപ്പോഴും ബുക്ക് ചെയ്ത് വെക്കും. മിക്കവാറും ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ഈ ഫ്രീ ക്യാൻസലേഷൻ ഉള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, 10 മെയ് ഫ്രീ ക്യാൻസലേഷൻ ബിഫോർ 23:59 ഓൺ 10 മെയ്. 14 മെയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ 10 മെയ് വരെ നമുക്കത് ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യാം. അങ്ങനെയുള്ള ഹോട്ടൽസാണ് നമ്മൾ എപ്പോഴും ബുക്ക് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻസ് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കുറച്ച് മറ്റ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള
ഹോട്ടൽസിനേക്കാൾ അല്ലെങ്കിൽ റൂംസിനേക്കാളിലും റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ റേറ്റ് ഡിഫറൻസിന് നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി അവർ തരുന്നു. ആ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും 2-3 ഹോട്ടൽ ബുക്കിങ്സ് ഹോൾഡ് ചെയ്യാറുണ്ട്. അവസാന മാസം ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് നമുക്കത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 10th May കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് ലോക്ക്ഡായി. പിന്നെ അതിന് ശേഷം ക്യാൻസൽ ചെയ്ത് നമുക്ക് ചിലർ ഫുൾ റേറ്റ് നമ്മൾ ചാർജ് ചെയ്യും, ചിലർ ഒരു നൈറ്റിന് ചാർജ് ചെയ്യും. ആ റിസ്ക് നമ്മൾ എടുക്കുന്നു. ആ റിസ്ക് എടുത്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ അതൊരു സൗകര്യമാണ്. കാരണം ആ ഡേറ്റ് വരെ നമ്മുടെ ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ പൈസ ബ്ലോക്ക് ആവുന്നില്ല. അതാണ് ഞങ്ങൾക്ക് Booking.com തോന്നുന്ന താല്പര്യം. വെതറിന് ഒരുപാട് ആപ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും AccuWeather.com എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യാറ്. അത് ഫ്രീ ആപ്പാണ് അല്ലെങ്കിൽ ഫ്രീ വെബ്സൈറ്റാണ്. അതിൽ നമ്മൾ പോകേണ്ട സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നെക്സ്റ്റ് കുറച്ച് ദിവസത്തേക്കുള്ള വെതർ കാണിക്കും. പിന്നെ യൂറോപ്പ്, നോർത്തേൺ ഹെമിസ്ഫിയർ ഈ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള സെയിം സീസണാലിറ്റിയാണ്. ഇവിടെ നമുക്ക് തണുപ്പായിരിക്കുമ്പോൾ അവർക്ക് തണുപ്പും നമുക്ക് ചൂടായിരിക്കുമ്പോൾ അവർക്ക് ചൂടും ഉള്ള ഒരു ഇതാണ്. എന്നാൽ പോലും ആ ചൂടിനും തണുപ്പിനും വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതുണ്ട്. പ്രാഗാണ് ഞാൻ സെർച്ച് ചെയ്തത്. പ്രാഗ് സെർച്ച് ചെയ്തപ്പോൾ കറന്റ് വെതർ 3 ഡിഗ്രി, ടുഡേ, ടുനൈറ്റ്, ടുമാറോ ഉള്ളത്. അത് എക്സ്റ്റെൻഡഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ കാണാം. അപ്പോൾ അത് നോക്കി നമുക്ക് കൊണ്ടുപോകേണ്ട വസ്ത്രങ്ങളുടെ ഇത് തീരുമാനിക്കാം. എത്രയ്ക്ക് വാം ക്ലോത്ത്സ് എടുക്കണം, സാധാരണ ക്ലോത്തിങ് മതിയോ എന്നുള്ളതൊക്കെ അത് നോക്കി തീരുമാനിക്കാം. ഇതൊക്കെ മെയിൻ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോകുന്നതിന് 2-3 ദിവസം മുമ്പ് വീണ്ടും ഇത് ചെക്ക് ചെയ്യണം. കാരണം യൂറോപ്പിൽ എപ്പോൾ വേണമെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് സ്നോയോ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ അത് നേരത്തെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ പ്രിപ്പയർഡായി പോകുന്നത് നല്ലത്. എപ്പോഴും കൂടുതൽ എടുത്തു വെച്ചിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അവിടെ ഇത്രയും ട്രാവൽ ചെയ്ത് ചെന്നിട്ട് പിന്നെ വിൻ്റർ ക്ലോത്തിങ് അന്വേഷിച്ച് ഓടി നടക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇവിടുന്ന് പ്രിപ്പയർഡായി പോകുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയി പോകുമ്പോൾ ആ മുൻകരുതൽ എടുത്തു പോയാൽ അത്രയും നന്നായിരിക്കും. പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഡേ ട്രിപ്സൊക്കെ എങ്ങനെ ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ബോൺ ചാപ്പലിലേക്ക് പോയത് വേറൊരു ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. അത് ഈ വെബ്സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അവർ അറേഞ്ച് ചെയ്യുന്നതാണ്. അതിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന സിറ്റി എന്നോട്ട് എന്ന് വരെയാണ് നമ്മൾ പോകുന്നതെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഓപ്ഷൻസൊക്കെ അതിൽ കാണിക്കും, പ്രൈസ് കാണിക്കും. നമുക്ക് അതിൽ തന്നെ ബുക്ക് ചെയ്യാം, അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. എന്നിട്ട് ആ വൗച്ചറോ അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത വൗച്ചറോ അവർ കാണിക്കാം. ഇതെല്ലാം അതുപോലുള്ള ഡേ ട്രിപ്സാണ്, അറേഞ്ച്ഡ് ട്രിപ്സാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം പലതും നമ്മൾ ഒരു ചെറിയ എലമെന്റ് ഓഫ് റിസ്കോട് കൂടിയാണ് പലതും ചെയ്യുന്നത്. ആ ചെറിയ എലമെന്റ് ഓഫ് റിസ്കോട് കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ രസം. എല്ലാം ഷുവറായിട്ട് എല്ലാം അറേഞ്ച്ഡ് ആയിട്ട് നമ്മൾ ആരെങ്കിലും കംപ്ലീറ്റ് ടേക്ക് കെയർ ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആ രസം തോന്നാറില്ല. ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് സ്വയം നിലയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അതിനിടയിൽ ഒരു ചെറിയ ഡേ ട്രിപ്പ് ആവാം. അപ്പോൾ ഞങ്ങളെപ്പോഴും ഒരു മിക്സ്ഡ് ടൂർസാണ് സ്വന്തമായിട്ടാണ് മിക്കവാറും ചെയ്യാൻ ശ്രമിക്കാറ്. പിന്നെ സമയപരിമിതി കൊണ്ട് ഇതാണ് ഓപ്ഷണൽ ബെറ്റർ എന്ന് തോന്നിയാൽ അത് ചൂസ് ചെയ്യും. എന്നാൽ പോലും ഞങ്ങൾക്ക് പലപ്പോഴും ബോറടിക്കാറുണ്ട്. ഇത്തവണ നന്ദുവിന് മാത്രമേ ബോറടിക്കാതെ ഇരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കുറേശ്ശെ ബോറടിച്ചു. ഭക്ഷണവും എന്താണെങ്കിലും നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ചില അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇങ്ങനെയുള്ളത് തന്നെ വേണം. ഇപ്പം ഇറ്റലിയിൽ ഞങ്ങൾ ഒരിക്കൽ ഒരു എന്ത് കാറാണ്, ഫ്ലോറൻസിൽ ഒരു ചെറിയ കാറിൽ പഴയ ഫിയറ്റ് മൊട്ടക്കാർ എന്നൊക്കെ പറയുന്ന അതുപോലുള്ള കാറിൽ ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള സോഫ്റ്റ് ടോപ്പൊക്കെ ഉള്ള ഒരു കാറിൽ നമ്മളെല്ലാവർക്കും ഓരോ കാറ് തന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഒരു വൈൻ സെല്ലാറിലേക്കൊക്കെ കൊണ്ടുപോയി. അത് നല്ല ആ കാർ ഓടിക്കുന്നതും ആ ട്രിപ്പും എല്ലാം ഒരു രസമായിരുന്നു. അതൊരു അനുഭവമായിരുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇതുപോലുള്ള ട്രിപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ്സ് വെച്ച് തന്നെയാണ് മാനേജ് ചെയ്യാറ്. അത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് മിക്കവാറും എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് 1 day 3 day അല്ലെങ്കിൽ 4 day ടിക്കറ്റ്സ് വാങ്ങിച്ചാൽ ആ ടിക്കറ്റ്സ് എല്ലാ ട്രാമിലും അല്ലെങ്കിൽ എല്ലാ ട്രെയിനിലും യൂസ് ചെയ്യാൻ കഴിയും. ആ ഒരു ചുറ്റളവിലുള്ള ആ നഗരത്തിന്റെ ചുറ്റളവിലുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ടിക്കറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അത് പറഞ്ഞാൽ വാങ്ങിച്ചാൽ എത്ര ദിവസം നമ്മളുള്ളതെന്ന് വെച്ചാൽ ദെൻ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ എപ്പോഴാണ് കാല് കഴിക്കണമെന്ന് പറയാം, അതൊന്നും അറിയില്ല. അതനുസരിച്ച് അടുത്ത ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കുക,
ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഏതാ ട്രാം ഉള്ളതെന്ന് അടിച്ചു നോക്കിയാൽ അത് എടുക്കുക, എന്നിട്ട് അത് ട്രാവൽ ചെയ്യുക. അത്രേ ഉള്ളൂ. അത് 1 or 2 തവണ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം സാൽവഡോർ സുപ്പീരിയർ അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സ്ഥലം കാണിക്കും. ഇതിപ്പോൾ പ്രാഗിൽ സാൽവഡോർ സുപ്പീരിയർ അപ്പാർട്ട്മെന്റ്സ് ആണ് കാണിക്കുന്നത്. അവിടുന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പ്രാഗ് കാസലിലേക്ക് പോകണമെന്ന് വയ്ക്കാം. അപ്പോൾ ഈ സൈൻ ക്ലിക്ക് ചെയ്താൽ ഇതുണ്ട്, ഇപ്പോൾ ചൂസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് സാൽവഡോർ സുപ്പീരിയർ അപ്പാർട്ട്മെന്റ്സ് ആണ്. ഈ ആരോ റിവേഴ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ സാൽവഡോർ സുപ്പീരിയർ അപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രാഗ് കാസിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ പോകുന്ന വഴി കാണിക്കും. ഇപ്പോൾ ഇത് നടക്കുന്ന പടം ക്ലിക്ക് ചെയ്താൽ അതിൽ നടന്നു പോകുന്ന സമയവും ദൂരവും വഴിയും കാണിക്കും. അല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിന് ട്രെയിനിൻ്റെ പടം ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെട്രോൻ്റെ പടമുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്ന വഴിയും ബ്ലൂ ലൈനിൽ കാണുന്ന അത് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ പോകുന്ന ട്രാമിൻ്റെ ഓപ്ഷൻസ്, ഈ പടം ട്രാമിൻ്റെയാണ്. ഈ മുകളിൽ ഒരു വരെയുള്ള ഒരു ഫ്ലാറ്റ് ഇതുള്ളത്, അത് 15 നമ്പർ ട്രാം. അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1 മിനിറ്റോളം നടന്നു കഴിയുമ്പോൾ 67 മീറ്റർ നടന്നു കഴിയുമ്പോൾ ലൂ ഹാർട്രിഡ എന്നുള്ള ആ സ്റ്റോപ്പിൽ നിന്ന് 15 നമ്പർ ട്രാം അത് കയറി സ്റ്റോപ്സ് കാണിക്കും. 2ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക. 2ാമത്തെ ചെക്ക് ബ്രിഡ്ജാണ് ഇടയിലുള്ള സ്റ്റോപ്പ്, മാലോസ്ട്രാംസ്കർ 2ാമത്തെ സ്റ്റോപ്പ്. അവിടെ ഇറങ്ങി 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത ട്രാം കിട്ടും. അവിടുന്ന് 2 സ്റ്റോപ്സ്, ആ 2 സ്റ്റോപ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റോളം നടക്കാനുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ഈ ഗൂഗിൾ മാപ്സും പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ്സും വെച്ച് മാത്രം മാനേജ് ചെയ്യാം. ആയുഷ്, പാക്ക് ട്രിപ്പ് കഴിഞ്ഞല്ലേ? കുഴപ്പമുണ്ടായില്ലേ അല്ലേ ആയുഷ്? ഹൗ വാസ് ദ ട്രിപ്പ്? ഡിഡ് യു എൻജോയ് ഇറ്റ്? വെരി ഗുഡ്. സ്വാൻ കൈമ കുത്തിയാ വേനെടുത്താ? സ്വാൻ്റെ അടുത്തേക്ക് കാലത്തും വൈകുന്നേരം കൊണ്ടുപോയില്ലേ? 2 നേരം പോകണമെന്ന് പറഞ്ഞിട്ട് പ്രാവിന് തീറ്റ കൊടുക്കാൻ പ്രാഗെ വന്ന പോലെ ഉണ്ട്. പ്രാ